ആനകൾ, കാലാള്, കുതിരകളൊക്കെ പോണ്ടേ? ആദ്യം എന്ത് വേണം? റോഡ് വേണം. അപ്പോൾ രാമനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റോഡുണ്ടാക്കുക. അങ്ങനെ റോഡുണ്ടാക്കുന്ന വർണ്ണന ചെയ്യുന്ന സന്ദർഭത്തിൽ വാൽമീകി മറന്നു പോവാതെ പറഞ്ഞു തന്നു, അനേക വൃക്ഷങ്ങളെ മുറിച്ച് ഒരു രഥയുണ്ടാക്കുന്ന ഭടന്മാർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകപ്പെട്ടു. എവിടെ എവിടെ വൃക്ഷങ്ങളില്ലയോ അവിടെ പുതിയ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന്. വാൽമീകി രാമായണത്തിൽ നമുക്ക് ഏവർക്കും ഇത് പഠിക്കാം. ശ്രദ്ധിക്കുക. ഇപ്പോൾ രഥം പോകാനുള്ള വഴി, വരാനുള്ള വഴി, പോകാനുള്ള വഴി ഉണ്ടാക്കുകയാണ്. അപ്പം അനേക വൃക്ഷങ്ങൾ മുറിക്കേണ്ടി വരും, ഉറപ്പാണ്. പക്ഷേ വൃക്ഷം മുറിച്ച് വയ്ക്കുന്ന അതേ ശ്രദ്ധയോടുകൂടി എവിടെ എവിടെ വൃക്ഷമില്ലയോ അവിടെ പുതുതായിട്ട് വൃക്ഷം വെച്ച് പിടിപ്പിക്കണം എന്ന് ഭടന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഭാഗം സുവ്യക്തമായി വാൽമീകി മഹർഷി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർമ്മിച്ചാൽ നല്ലത്. നമ്മളൊക്കെ ഓർമ്മിക്കേണ്ടതാണ്. ഇരിക്കട്ടെ, ഈ വകയൊക്കെ പൂർത്തകർമ്മങ്ങളാണ്. അപ്പോൾ ഇഷ്ടകർമ്മങ്ങളെയും പൂർത്തകർമ്മങ്ങളെയും തന്നെ ഉപാസിച്ച് കഴിയുന്നവരാരാണോ ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തൊന്നുമില്ല. എന്താ മനുഷ്യൻ ചെയ്യാനുള്ളത്? മനുഷ്യൻ ചെയ്യാനുള്ളത് വൈദികങ്ങളായ കർമാചരണങ്ങളെ ചെയ്യുകയാണ്. ധർമ്മമെന്ന് പറഞ്ഞാൽ തന്നെ വേദോക്തങ്ങളായ കർമ്മങ്ങളിലേക്ക് ചോദന നൽകുക എന്നുള്ളതാണ് ധർമ്മം ചെയ്യുന്നത്. അതിൽ കവിഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് വൈദികങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടി കഴിഞ്ഞു നമ്മുടെ ഇടപാട്. അപ്പോഴോ ആ കർമ്മങ്ങളിലൂടെ പുണ്യം ലഭിക്കും. എന്താ പുണ്യം? ദൃഷ്ടവും അദൃഷ്ടവുമാണ്. ദൃഷ്ടപുണ്യം ഈ ലോകത്തിൽ നമുക്ക് അനുഭവിക്കാം. അദൃഷ്ടപുണ്യം തുടർന്ന് സ്വർഗപ്രാപ്തിക്ക് കാരണമാകും. അതിൻ്റെ ഏറ്റവും ഉച്ചതമമായ ഇതിൻ്റെ ഫലമായിട്ട് ഊർധ്വങ്ങളായ ഉയർന്ന 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 സ്വർഗലോകങ്ങളെ പ്രാപിക്കാം. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ചോദിക്കരുത്. ഏതായാലും ഇത്ര ഇങ്ങനെ ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ മാത്രം ഉപാസിച്ച് കഴിയുന്നവരാരാണോ തേ അവർ ചാന്ദ്രമസമേവ ലോകമഭിജയന്തേ. ചാന്ദ്രമസം, ചന്ദ്രനാൽ ഉപലക്ഷിതമാകുന്ന ലോകത്തെ പ്രാപിക്കുന്നു. സ്വർഗലോകങ്ങളെന്ന് പറയാം. അവർ സ്വർഗലോകങ്ങളെ പ്രാപിക്കുന്നു. എന്താ അതിൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചാൽ, പുണ്യം തീരണത് വരെ സുഖമായി താമസിക്കാം. അവിടെ പുതുതായിട്ട് സമ്പാദിക്കാൻ ഒരു വകുപ്പുമില്ല. ഉപഭോഗിക്കാനേ അല്ലെങ്കിൽ ഉപയോഗിക്കാനേ വകുപ്പുള്ളൂ. അപ്പോൾ പിന്നെ എന്തുണ്ടാവും? ഉപയോഗിക്കണതിനനുസരിച്ച് ക്ഷീണിക്കും. ക്ഷീണിച്ചാലോ? ക്ഷീണിച്ചാൽ തിരികെ വരണം. തിരികെ എങ്ങോട്ടാ വരിക? ചോദ്യം. തിരികെ വരിക ഭൂമിയിലേക്ക്. അതല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന്. അത് ഭഗവാൻ കുറച്ചൊന്ന് ലഘൂകരിച്ച് പറഞ്ഞതാണ്. അതല്ല പരമാർത്ഥം. ഭഗവാൻ തെറ്റ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഭഗവാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഭഗവാൻ ഒന്ന് ലഘൂകരിച്ച് നമുക്ക് സമാധാനമായിക്കോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. സത്യം അതിൻ്റെ അപ്പുറത്താണ്. അതെന്താ വെച്ചാൽ, ഈ സ്വർഗത്തിൽ താമസിക്കുന്ന സമയത്ത് എത്രയാണോ പുണ്യം അത്രയങ്ങോട്ട് ഉപഭോഗിച്ച് തീർത്തുവെച്ചാൽ ഭൂമിയിലേക്ക് വരാനുള്ള അധികാരമുണ്ട്. പക്ഷെ കുറച്ച് ഉപഭോഗം കൂടിപ്പോയാൽ അത് സാധാരണയായിട്ടുമോ അമിതമായ ഭോഗസാധ്യതയുള്ള ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വയം മറന്നുപോയി. അപ്പോൾ കുറച്ചൊക്കെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു പോകും. അങ്ങനെ എടുത്ത് പോയാൽ പിന്നെ ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല. അതാണ് നാകസ്യ പൃഷ്ഠേ സുഹൃതേനുഭൂത്വ ഇമം വാ ഹീനതരം വാ വിശന്തി. ഇതിനെയോ ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെയോ പ്രാപിക്കാം എന്നാണ് പറയണത്. അപ്പോൾ സ്വർഗത്തും തിരിച്ച് മനുഷ്യനായിക്കൊള്ളണമെന്ന് ഉറപ്പൊന്നുമില്ല. ഹീനതരം വാ, ഹീനതരമായതിനെയോ മനുഷ്യനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെയോ പ്രാപിക്കാം. വാ, ഉറപ്പൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് എങ്ങനെ ഉപഭോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇനിയിപ്പോൾ മനുഷ്യലോകം തന്നെ തിരിച്ചു കിട്ടുമോ അല്ല അതിനേക്കാൾ താഴത്തേക്ക് പോവുമോ എന്നുള്ളത്. ഇനി മനുഷ്യലോകം തിരിച്ചു കിട്ടിയാൽ തന്നെ എന്തെങ്കിലും സുഖം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങിയൊക്കെ ആണെങ്കിലും ഒരു നേരത്തെ കഞ്ഞി മുട്ടാതെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ വീട്ടിൽ. മറ്റു കുറേ കഷ്ടപ്പാടും പരിവട്ടമൊക്കെ ഉണ്ട്, എന്നാലും ഒരു നേരത്തെ കഞ്ഞി മുട്ടാണ്ട് വീട്ടിലുണ്ട്. അങ്ങനെ അയാളങ്ങനെ കഴിഞ്ഞു കൂട്ടുമ്പോഴാണ് ഒരാൾ പറഞ്ഞത്, എടേ നീ ഇവിടെ എങ്ങനെ കഴിഞ്ഞാൽ പോരടേ, പിന്നെ എന്ത് വേണം, നീ ഇങ്ങനെയൊന്നും കഴിയേണ്ടവനല്ല, പിന്നെ ഞാൻ എങ്ങനെ കഴിയണമെന്നാണ്, നീ എൻ്റെ കൂടെ പോര്. എവിടെയാ? നിന്നെ ഞാനൊരു 7 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കാം.
എടാ അതെങ്ങനെ ഇരിക്കും, അത് കേമാണ് അവിടെ. അപ്പുറം ഇപ്പുറം ആലോചിക്കാണ്ട് അവൻ്റെ കൂടെ പോയി. അവൻ വിളിക്കണതൊക്കെ കേമായിട്ടാണ്, ആഹുദയ സുവർച്ചസ അങ്ങനെ അങ്ങനെ വിളിക്കുക, വരൂ 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 എന്നൊക്കെ വിളിക്കുമ്പോൾ കൂടെ പോവേ. എങ്ങോട്ടാ കൊണ്ടുപോകണത്? 7 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. എല്ലാ സൗകര്യങ്ങളും, അവൻ അചിന്ത്യങ്ങളായ ഭോഗ സുഖങ്ങളാണ് അവിടെ ഉള്ളത്. മറ്റവൻ തിരിച്ചു വരുമ്പം പറഞ്ഞു 30 ദിവസത്തേക്കാട്ടുമോ? ശരി ആയിക്കോട്ടെ, എന്താ കുഴപ്പം, 30 ദിവസമല്ലേ. പക്ഷേ 15 ദിവസമായപ്പോൾ മനസ്സിലൊരു ചിന്ത തുടങ്ങി, ഭഗവാനെ ഇനി 14 ദിവസം കൂടിയല്ലേ ഉള്ളൂ അല്ലേ. സുഖമുണ്ട് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് വ്യാകുലതയും. അടുത്തതാവുമ്പോൾ സുഖം ഒന്ന് കുറഞ്ഞോ എന്നൊരു സംശയം, വ്യാകുലത കുറച്ച് കൂടിയോ എന്നൊരു സംശയം ഇല്ലേ. അങ്ങനെ 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 മുന്നോട്ട് പോകുമ്പോൾ 29ാമത്തെ ദിവസമാകുമ്പോഴുള്ള സ്ഥിതി എന്താ? നേറുകയായിരിക്കും. 30ാം ദിവസമായി കഴിഞ്ഞു. ഇനി അവിടുന്ന് കഴുത്തിന് പിടിച്ചുണ്ടി പുറത്താക്കും. ലോഹ്യമൊന്നുമില്ല, കഴുത്തിന് പിടിച്ചാണ്ട് പുറത്താക്കും. എങ്ങോട്ട് വരണം? തൻ്റെ പഴയ കുടിലിലേക്ക്. ഇനി ആ കുടിലിൽ നേരത്തുണ്ടായ സുഖം തോന്നുമോ? ഒരിക്കലും തോന്നില്ല. കാരണം ഇത് അനുഭവിച്ചു പോയില്ലേ, ഇത് 30 ദിവസം അനുഭവിച്ചു പോയില്ലേ. ഇനി ആ കുടിലിൽ ആ സുഖം തോന്നാൻ പോകുന്നില്ല, ഉറപ്പ്. ഇതാ കഷ്ടപ്പാട്. അതുകൊണ്ട് ഏത് ദൈവം വന്ന് അഥവാ റിക്രൂട്ടിംഗ് ഏജൻസികൾ നാട്ടിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പരക്കം പായ്യ, ഞങ്ങളുടെ കൂടെ കൂടിയാ സ്വർഗം കിട്ടും, ഞങ്ങളുടെ കൂടെ കൂടിയാ സ്വർഗം കിട്ടും, സ്വർഗരാജ്യം നിനക്കുള്ളതാകുന്നു പറഞ്ഞിട്ട് പരക്കം പായുന്നുണ്ട്. ആര് വന്ന് പ്രലോഭിപ്പിച്ചാലും ഏഹി ഏഹി എന്ന് അവർ വിളിക്കും. അത് ഭാഷയാണ്. ഭാഷ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സമയമില്ല മുണ്ടകോപനിഷത്ത് എടുക്കാൻ. മുണ്ടകോപനിഷത്തിൽ ആ മന്ത്രമുണ്ട്, ഏഹി ഏഹി വരൂ 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 എന്ന് വിളിക്കുകയാണ് സ്വർഗത്തിലേക്ക്. അന്നേണ്ട് റിക്രൂട്ടിങ്, ഇന്നല്ല അന്നേണ്ട്. ശരി, അതിരിക്കട്ടെ. അപ്പോൾ പോകരുത്. കാരണം ഇതാ സ്ഥിതി. എനിക്കിവിടെ വളരെ സുഖമാണ്. യദേവേഹ തദമുത്ര, യദമുത്ര തദന്യ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ അവിടെ, അവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ അവിടെ. നീ പോയിക്കോളൂ എന്ന് പറയണം. പക്ഷെ ഇതെല്ലാവർക്കും തോന്നില്ല. അപ്പോൾ യാവരാണോ കേവലം ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ മാത്രം ശ്രേഷ്ഠമെന്ന് കണക്കാക്കി വൈദിക കർമ്മങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്നത്, വൈദിക കർമ്മം ഒരിക്കലും നികൃഷ്ടമല്ല. കാരണം അശാസ്ത്രീയമായി കർമ്മം ചെയ്യാൻ ബാധ്യതപ്പെട്ടിട്ടും കർമ്മം ചെയ്യാതെ കർമ്മസംബന്ധിയായ വിദ്യയിൽ മാത്രം അഭിമാനിച്ച് കഴിയുന്നവർ മഹാന്ധകാരത്തിലേക്കാണ് പ്രവേശിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് മറക്കരുത്. തതോ ഭൂയ ഇവതേ തമോ യൗ വിദ്യായാം രതാഹ. കർമാചരണത്തിന് ബാധ്യതപ്പെട്ടിട്ടും കർമ്മങ്ങളെ ചെയ്യാതെ കേവലം ദേവതാ വിഷയമായ വിദ്യയിൽ മാത്രം അഭിരമിച്ച് കഴിയുന്നവർ മഹാന്ധകാരത്തെയാണ് പ്രാപിക്കണതെന്ന് പറഞ്ഞത് മറക്കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെക്കാൾ എത്രയോ ഉത്കൃഷ്ടന്മാരാണ് വൈദിക കർമാചരണം ചെയ്ത് ജീവിക്കുന്നവർ. എങ്കിൽ തന്നെയും ഈ കർമ്മങ്ങൾ മാത്രമാണ് പരം, ഇതിനപ്പുറത്തേക്കൊന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ മാത്രം ഇഷ്ടാപൂർത്ത കർമ്മങ്ങളിൽ തന്നെ കുടുങ്ങി അത് തന്നെ ആചരിച്ച് കഴിയുന്നവർ, അവർ ചാന്ദ്രമസമേവ ലോകമഭിജയന്തേ. ഈ പറഞ്ഞ പുണ്യക്ഷയത്തിൽ തിരിച്ചു വരേണ്ടുന്നതായ ചാന്ദ്രമസമായ ലോകത്തെ എപ്രകാരമാണോ ചന്ദ്രന് പകുതി വൃദ്ധിയും പകുതി ക്ഷയവും, വലിയ വളർച്ചയാണ്, വളർന്ന് 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 അങ്ങോട്ട് പൂർണ്ണമാവും, കഴിഞ്ഞു, പിന്നെ ചെറുതാവാൻ തുടങ്ങി, പിന്നെ അങ്ങോട്ട് ചെറുതായിട്ട് ഒന്നുമില്ലാണ്ടായി, പിന്നെ വീണ്ടും വളരാൻ തുടങ്ങി. ഈ വൃദ്ധിക്ഷയങ്ങളോടുകൂടിയ ചാന്ദ്രഗതി, അതാണ് സ്വർഗത്തിലേക്കുള്ള പോക്കും തിരിച്ചുള്ള വരവും, വീണ്ടുമുള്ള പോക്കും വീണ്ടുമുള്ള വരവും. ഈ ഗതിയെ പ്രാപിക്കുന്നു. ഇതാണ് സ്വർഗം. സ്വർഗത്തെ പ്രാപിക്കുന്നു. എന്നിട്ടോ ത ഏവ പുനരാവർത്തന്തേ, ത ഏവ പോയവർ തന്നെ, തേ ഏവ പോയവർ തന്നെ, പുനരാവർത്തന്തേ എപ്പോ? പുണ്യക്ഷയത്തിൽ. കൊണ്ടുപോയിട്ടുള്ള പോക്കറ്റ് മണി തീർന്നാൽ തിരിച്ചു പോരുക. അതാണ് അതുകൊണ്ട് ഏതേ ഋഷയ, ഈ ഋഷിമാർ
ഏത് ഋഷികൾ? പ്രജാകാമാഹ, പ്രജകളെ കാമിച്ചവർ. ഇതെന്താ ഇപ്പോൾ ഒരു ബന്ധം തോന്നുന്നില്ലല്ലോ. പ്രജാകാമം, ഇവിടെ ഇപ്പോൾ പ്രജാകാമത്വമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ തന്നെ ചെയ്യുന്നു എന്നുള്ളതല്ലേ? അതെ. അപ്പം എങ്ങനെ അത് പ്രജാകാമ എന്നുള്ള ശബ്ദം അവിടെ ചേരും? അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ പുത്രേണ അയം ലോകോ ജയ്യ നാന്യേന കർമ്മണ പിതൃലോക വിദ്യയാ ദേവലോക എന്ന് ശ്രുതി വ്യക്തമായി നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ലോകം ജയിക്കപ്പെടണോ എങ്കിൽ മക്കൾ വേണം. അപ്പം മക്കളെ കൊണ്ട് ഈ ലോകം ജയിക്കണം സങ്കല്പിച്ചു. ശരി, മക്കളായി ഈ ലോകമായി. അപ്പം മക്കൾ വേണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ പുത്രോമേ സ്യാദ് എന്ന് പറഞ്ഞ ഉടനെ പിന്നെ പ്രാർത്ഥിച്ചു, സങ്കല്പിച്ചു, ജായാമേ സ്യാദ്, എനിക്കൊരു ജായ ഉണ്ടാവണേ, പത്നി ഉണ്ടാവണേ, എനിക്കൊരു പത്നി ഉണ്ടാവണേ എന്ന് സങ്കല്പിച്ചു. ശരി, പത്നിയായി, പുത്രനായി, ഈ ലോകമായി. ഈ ലോകം കുറച്ച് കഴിഞ്ഞു. അപ്പം വേറൊരു ചിന്ത വരികയാണ്, പിതൃലോകം വേണ്ടേ? മക്കളുണ്ടായി എന്നുള്ളതുകൊണ്ട് പിതൃലോകം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. മക്കളുണ്ടായി എന്നുള്ളതുകൊണ്ട് പിതൃലോകമൊന്നും കിട്ടില്ല. ആ പിതൃലോകം കിട്ടണമെങ്കിൽ എന്ത് വേണം? കർമ്മണ പിതൃലോക, സത്കർമ്മങ്ങളെ ആചരിച്ച് പിതൃലോകത്തിനുള്ള അധികാരം നേടിക്കൊള്ളൂ. ശരി, പിതൃലോകമായി, ആഗ്രഹം തീർന്നില്ല. പിന്നെ എന്ത് വേണം? ദേവലോകം വേണം. അതിനിപ്പോൾ എന്താ വഴി? വിദ്യ ദേവലോക, ദേവതാ വിഷയമായ വിദ്യ കൊണ്ട് ദേവലോകം. ഇങ്ങനെ മൂന്നും ആഗ്രഹിച്ചു. ഇങ്ങനെ ലോകത്രയത്തെ ആഗ്രഹിക്കുന്നവരാണ് പ്രജാകാമന്മാർ. ശ്രദ്ധിക്കുക. പിന്നീടാണ് വിവേകം വരുന്നത്. എന്താ വിവേകം? ഇതിനെ കൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യും? കിം പ്രജയാ കരിഷ്യാമോ, ഈ സന്താനത്തെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? യേഷാം നോയമാത്മായം ലോക, ഈ പ്രജ ഉണ്ടായി, ഈ സന്താനം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആത്മലോകമൊന്നും കിട്ടാൻ പോണില്ലല്ലോ. സന്താനം ഉണ്ടായി എന്നുള്ളതുകൊണ്ട്, പ്രജ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവുമോ? അല്ല, ചില ജാതി പ്രജകൾ ഉണ്ടായാൽ ആത്മജ്ഞാനം ഉണ്ടാവും കേട്ടോ. അത് വേറെ വിഷയം, അതിവിടെ പ്രസക്തമല്ല. അപ്പോൾ പ്രജ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നാ മറുപടി. അപ്പോൾ പിന്നെ എനിക്കിതിനെ കൊണ്ടൊന്നും, ഈ അനിത്യങ്ങളായ ലോകത്രയ സാധനത്തെ കൊണ്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് തേഭ്യോ വ്യുത്ഥായ പ്രവ്രജന്തി, ഈ മൂന്നിൽ നിന്നും ഉയർന്നിട്ട് സന്യസിക്കണത്. അതാണ് സന്യാസിയുടെ വഴി. അതിരിക്കട്ടെ, ഇത് പ്രജാകാമനെ കുറിച്ചാണ്. അപ്പോൾ പ്രജാകാമൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം, പിതൃലോകം, ദേവലോകം എന്നീ ലോകങ്ങളെ ഇച്ഛിക്കുന്ന, അതിനായിക്കൊണ്ട് കർമാചരണം ചെയ്യുന്ന, വൈദിക കർമ്മങ്ങളെ വിധിപ്രകാരം ചെയ്യുന്ന, ശാസ്ത്രീയമായി ചെയ്യുന്ന, ഒരിക്കലും അശാസ്ത്രീയമായിട്ടല്ല, ശാസ്ത്രീയമായി ചെയ്യുന്ന കർമ്മിയെയാണ് പറയുന്നത്. അയാൾ ദക്ഷിണം പ്രതിപദ്യന്തേ, ദക്ഷിണായനത്തെ പ്രാപിക്കുന്നു. ദക്ഷിണായനം, ചാന്ദ്രമസം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെ ചെയ്ത പുണ്യത്തിൻ്റെ പരിപാകം കൊണ്ട്, അല്ലെങ്കിൽ സഞ്ചയിച്ച അദൃഷ്ടം കൊണ്ട് സ്വർഗത്തിലേക്ക് ഉയരുക. അങ്ങനെ സ്വർഗത്തിൽ സ്വർഗീയങ്ങളായ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുക. ദീർഘകാലം ജീവിക്കാം. നമ്മുടെ അപേക്ഷയിൽ, ഇവിടുത്തെ അപേക്ഷയിൽ ദീർഘകാലം ജീവിക്കാം. എത്ര കാലം എന്നൊന്നും ചോദിക്കരുതേ, ചോദിച്ചാൽ മറുപടി ഇല്ല. എന്തായാലും നമ്മുടെ അപേക്ഷയിൽ ദീർഘകാലം ജീവിക്കാമെന്ന് മാത്രം പറയുന്നു. പക്ഷേ ചോദ്യം, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ ഉണ്ടാവുക? അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അപേക്ഷയല്ലേ ഉണ്ടാവുക? അപ്പോൾ വേഗം തീർന്നു പോയി എന്ന് തോന്നും. ഈ സുഖം വർദ്ധിക്കുമ്പോഴേ കാലം വേഗം പോയി എന്ന് തോന്നും. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. ഇല്ലേ, ഇപ്പം എത്ര വേഗത്തിലാണ് കാലം പോണത്. ഇതിപ്പോൾ ഏതായി മാസം? നവംബർ കഴിയാനായി. ഇതിപ്പോൾ ഇന്നലെ കണ്ട് പുറപ്പെട്ട പോലെയാണ് തോന്നുന്നത്. 2013. എത്ര സ്വാമി പോണത്. പണ്ടൊക്കെ കാലം പതുക്കിയിരുന്നു പോവുക. ഞാനൊക്കെ ചെറിയ കുട്ടിയായപ്പോഴേ കാലം വളരെ പതുക്കിയാണ് പോവുക. വയസ്സായവർ പലരും പറയാറുണ്ട്, ഇന്നിപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഒരു സ്പീഡും കൂടിയിട്ടില്ല. 24 മണിക്കൂർ ഒരു ദിവസം, 30 ദിവസം, ഒരു മാസം, 12 മാസം,
ഒരു സംവത്സരം അന്നും ഇന്നും കണക്കൊന്നു തന്നെയാണ്. പിന്നെ എന്താ നമ്മൾ സ്പീഡ് കൂടി പറയണത്? ആലോചിച്ച് നോക്കിക്കോളാം. ഉത്തരം ഒന്നേ ഉള്ളൂ, ദാരിദ്ര്യം കുറഞ്ഞു. വേറൊരു കാരണമില്ല, ദാരിദ്ര്യം കുറഞ്ഞു. അതേ, സംശയമില്ല. ആർക്കാണോ പലവിധ രോഗാദി ക്ലേശങ്ങൾ പൊറുതിമുട്ടുന്നത്, രോഗാദി ക്ലേശങ്ങളെ കൊണ്ട് അഥവാ ദാരിദ്ര്യത്തെ കൊണ്ട്, അവർക്കൊരു ദിവസം കടന്നു പോകുന്നില്ലല്ലോ എന്ന് തോന്നും. അതെ, ശാപ്പാടിന് മുട്ടില്ലാണ്ടാവുമ്പോൾ, മറ്റ് സുഖഭോഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സമയം കുറച്ച് വേഗമായി എന്ന് തോന്നും. അപ്പോൾ ദേവലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ദീർഘകാലം എന്ന് അവർക്ക് തോന്നുമോ? ഇല്ല. അപ്പോൾ പുണ്യക്ഷയത്തിൽ അവർ തിരിച്ചു വരണം. ദക്ഷിണം പ്രതിപദ്യന്തെ. ഈ ഉത്പത്തിനാശങ്ങളോടുകൂടിയ അല്ലെങ്കിൽ ക്ഷയവൃദ്ധികളോടുകൂടിയതാണ് ദക്ഷിണായനം അല്ലെങ്കിൽ ചാന്ദ്രമസം. ഏഷഃ വൈ രൈഹി. ഇതാണ് രൈ. യഹ പിതൃയാണഃ. ഇതാണ് രൈ. എപ്പോൾ ഒരു സംവത്സര പ്രജാപതിയെ നമ്മൾ നോക്കി കാണുമ്പോൾ അവിടെ ദക്ഷിണായനം ഉത്തരായണം എന്ന് രണ്ട്. അതിൽ ദക്ഷിണായനം പോക്കുവരവിൻ്റെ മാർഗമാണ്. പുണ്യത്തിലൂടെ പിതൃലോകം വഴി സ്വർഗലോകങ്ങളിലേക്ക് പോവുക, പുണ്യം അനുഭവിക്കുക, ക്ഷയത്തിൽ തിരിച്ചു പോരുക. ഇതാണ് ശ്രദ്ധിക്കണം. ഇത് പ്രശ്നോപനിഷത്തിൽ മുഖ്യ വിഷയമല്ല. മുഖ്യ വിഷയം സംവത്സരോ വൈ പ്രജാപതി തസ്യ അയനെ ദക്ഷിണം ച ഉത്തരം ച എന്നുള്ളത് മാത്രമേ മുഖ്യ വിഷയമുള്ളൂ. അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു ആനുഷംഗികമായ വിഷയം പറയുകയാണ് ഋഷി. വ്യക്തമാണല്ലോ, ഇല്ലേ? കഴിഞ്ഞില്ല. ആനുഷംഗികമായ വിഷയം തുടരുന്നു. അധോത്തരേണ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനമന്വിഷ്യ ആദിത്യമഭിജയന്തേ. ഏതദ്വൈ പ്രാണാനാം ആയതനം ഏതദമൃതമഭയമേതത്പരായണം ഏതസ്മാന്ന പുനരാവർത്തന്തെ ഇത്യേഷ നിരോധഃ തദേഷ ശ്ലോകഃ. അഥോത്തരേണ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനമന്വിഷ്യ ആദിത്യമഭിജയന്തേ. ഏതദ്വൈ പ്രാണാനാമായതനം ഏതദമൃതമഭയം ഏതത്പരായണം ഏതസ്മാന്ന പുനരാവർത്തന്തെ ഇത്യേഷ നിരോധഃ തദേഷ ശ്ലോകഃ. അഥ അനന്തരം. ഇപ്പം പറഞ്ഞ ദക്ഷിണായനത്തിൽ നിന്ന് അഥവാ പിതൃയാണത്തിൽ നിന്ന് വിലക്ഷണമായ മാർഗത്തെ പറയാൻ അഥ അനന്തരം ഉത്തരേണ ഉത്തരായണത്തിലൂടെ അതെന്താ ഉത്തരായണത്തിൻ്റെ വഴി? തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനം അന്വിഷ്യ ആദിത്യം അഭിജയന്തേ. ആദിത്യം അഭിജയന്തേ, സൂര്യനെ പ്രാപിക്കുന്നു. അവിടെ സൂര്യനാൽ ഉപലക്ഷിതമായ ഉത്തരായണ മാർഗം, ചന്ദ്രനാൽ ഉപലക്ഷിതമായ ദക്ഷിണായന മാർഗമാണ് സ്വർഗമാർഗം. ഇത് ബ്രഹ്മലോകത്തിൻ്റെ മാർഗമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രശ്നോപനിഷത്ത് ആരംഭിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അപരബ്രഹ്മ വിഷയമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. 4, 5, 6 പ്രശ്നങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പരബ്രഹ്മ വിഷയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉപദേശത്തിലേക്ക് എത്തുകയുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഈശ, കേന, കഠങ്ങളെല്ലാം തന്നെ പരബ്രഹ്മ വിഷയത്തെയാണ് നേരെ അങ്ങോട്ട് പ്രതിപാദിച്ചത്. പ്രശ്നോപനിഷത്ത് അപരബ്രഹ്മ വിഷയത്തെയാണ് വിസ്തരിക്കുന്നത്. അതിലൂടെ പരബ്രഹ്മ വിഷയത്തെ സൂചിപ്പിക്കുന്നു അഥവാ ലക്ഷീകരിക്കുന്നു. തുടക്കത്തിലും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു, ഇനിയും ഈ വിഷയം പറയും. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്ന പ്രാണാനാമായതനം എന്നൊക്കെ പറയുന്ന സ്ഥാനം അത് ഗതി അപേക്ഷിക്കാത്ത വിജ്ഞാനിയുടെ ജീവൻ മുക്ത സ്ഥിതി അല്ല സൂചിപ്പിക്കുന്നത്.
ഒരു വിജ്ഞാനിയായ ജീവൻ മുക്തൻ അവൻ ഗതിയെ അപേക്ഷിക്കുന്നില്ല. അവന് ദക്ഷിണായനവും വേണ്ട, ഉത്തരായണവും വേണ്ട. ബ്രഹ്മലോകം എന്ത് ബ്രഹ്മലോകം? ഒരു ബ്രഹ്മലോകം അവന് വേണ്ട. എന്തുകൊണ്ട്? ഇഹ അത്രൈവ സർവേ പ്രവിലീയന്തി കാമാഹ. ഇവിടെ തന്നെ അവൻ്റെ എല്ലാ കാമങ്ങളും വിലയം പ്രാപിച്ചിരിക്കുന്നു. ഒരു വിജ്ഞാനിയുടെ സഹജമായ അവസ്ഥയെ ഇഹൈവ തൈർജിത സർഗ എന്ന ഗീതാകാരൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ അയാൾ സൃഷ്ടിയെ അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ കഠോപനിഷത്തിൽ വ്യക്തമായി ചിന്തിച്ചു, വിജ്ഞാനിയെ സംബന്ധിച്ച് അത്ര ബ്രഹ്മ സമശ്നുതേ, ഇവിടെ ഇങ്ങനെ ബ്രഹ്മപ്രാപ്തനായി. അല്ലാതെ അയാൾ മരണാനന്തരം ഗമനത്തെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വിജ്ഞാനിയെ സംബന്ധിച്ച് ഒരു ലോകപ്രാപ്തിയുമില്ല. അവൻ എങ്ങോട്ടും പോകേണ്ടതില്ല. മോക്ഷം വേണ്ടേ? മോക്ഷം വേണ്ട. മുക്തൻ എന്ത് മോക്ഷം? എന്നാൽ ആ ഒരു പരമമായ വിജ്ഞാനദശയിലേക്ക് ഉയർന്നിട്ടില്ലാത്ത സാമാന്യ കർമ്മികൾ ശാസ്ത്രീയമായി വേദവിഹിതമായി യാഗാദി കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിലൂടെ സ്വർഗപ്രാപ്തരായിത്തീരുന്നു. യാഗാദി കർമ്മങ്ങളുടെ ഫലം സ്വർഗപ്രാപ്തിയാണ്. അതും യജമാനൻ്റെ സ്വർഗപ്രാപ്തി. ശ്രദ്ധിക്കണേ. അത് ശ്രദ്ധിക്കാതെ നമ്മൾ നാളെ ശാസ്ത്രത്തെ കുറ്റം പറയാൻ ഇടവരരുത്. നാളെ ശാസ്ത്രത്തെ കുറ്റം പറയാൻ ഇടവരരുതെന്ന് പറയാൻ കാരണമില്ലാതെ പറയല്ല. ഒരിക്കലും അനുഭവമുണ്ട്. ഒരു കൂട്ടർ ആശ്രമത്തിൽ വന്നു. അവർ വന്ന് പലതും സംസാരിച്ചിട്ട് അവർ കുറച്ച് രോഷത്തോടു കൂടെയും കുറച്ച് ദോഷാരോപണം ശാസ്ത്രത്തെ ചെയ്യും വിധവുമൊക്കെ സംസാരിച്ചു. സ്വാമി പറയണ വേദാന്തമൊക്കെ വളരെ യുക്തിയുക്തം തന്നെയാണ്, ഒക്കെ ശരി തന്നെയാണ്, അതിനൊന്നും വിരോധമില്ല. പക്ഷേ വേദം മുഴുവൻ ശരിയാണെന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അതെങ്ങനെയാണ് അപ്പോൾ വേദം മുഴുവൻ ശരിയല്ല നിങ്ങൾ പറയുക? അനുഭവത്തിനല്ലേ പറയണത്? എന്തനുഭവത്തുനിന്ന്? അപ്പോൾ പറഞ്ഞു, ഇവർ വിവാഹം കഴിച്ച് കുറേ കാലം കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ലാതെ ദുഃഖിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുത്രകാമേഷ്ടി യാഗം വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സംഘാടകർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പൈസ അടച്ചിട്ട് യാഗത്ത് പങ്കെടുത്താൽ കുട്ടികളുണ്ടാവുമെന്ന്. അങ്ങനെ അവർ വമ്പിച്ച ഫീസൊക്കെ അടച്ചു, യാഗത്തിൽ പങ്കെടുത്തു, കുട്ടികളുണ്ടായില്ല. ഇതാ വിഷയം. കഥയല്ല ഇത്, ഉണ്ടായ സംഭവമാണ്. കഥ പറയണ സൂക്കട് കുറവാണ്. ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ തന്നെ പരിചയപ്പെട്ടുണ്ടാവും. കഥ പറയലില്ല. ഉള്ളതൊക്കെ ഉള്ള സംഭവങ്ങളാണ് പറയണത്. ചിലപ്പോൾ പേരൊന്നും മാറ്റും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഉള്ള ആളുടെ പേരൊക്കെ പറഞ്ഞാൽ തല്ലുകൊണ്ടു പോലും. അത്രയേ ഉള്ളൂ. അതെ, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർ അല്ല പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഇത് നടത്തുന്നത് എറണാകുളത്ത് തന്നെയാണോ? ഭഗവാനെ, നല്ല കൊള്ളാണ്ട് ഇവിടുന്ന് പോകണ്ടേ? ഇവിടെ നടന്നതല്ല കേട്ടോ, വേറൊരു നാട്ടിൽ നടന്ന ഉത്തരകാമേഷ്ടിയാ. ഇവിടെയല്ല, എറണാകുളത്ത് നടന്നതല്ല. ഏതായാലും അപ്പോൾ അതിന് കാശൊക്കെ അടച്ച് ചേർന്ന് യാഗമൊക്കെ കഴിഞ്ഞു, കുറേ കൊല്ലം കഴിഞ്ഞും കുട്ടികളില്ലാതെയാണ് ഇവർക്ക് ദ്വേഷവും രോഷവും എല്ലാം. നിങ്ങൾ ശാസ്ത്രത്തെ കുറ്റം പറയുന്നത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുമെന്ന് ആരാ പറഞ്ഞേ? അല്ല, സംഘാടകർ പറഞ്ഞു. സംഘാടകർ തോന്നിയാസം പറഞ്ഞാൽ നമ്മളെ ശാസ്ത്രം അതിന് ഉത്തരവാദിയല്ല. ശാസ്ത്രത്തിൽ പുത്രകാമേഷ്ടി യാഗത്തിൽ സന്താനം പറയപ്പെട്ടിട്ടുള്ളത് യജമാന പത്നിക്കാണ്, നിങ്ങളുടെ പത്നിക്കല്ല. നിങ്ങൾ ആ പൈസ അടച്ച് ഷീട്ടാക്കിയിട്ട് യാഗത്തിൽ പങ്കെടുത്തു, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുമെന്ന് ആര് പറഞ്ഞു? ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പത്നിയെ നിങ്ങൾ യജമാനന് വിവാഹം കഴിച്ച് കൊടുക്കേണ്ടതായിരുന്നു. ആ യാഗത്തിന് മൊത്തം ഒരു യജമാനുണ്ടാവും. എന്താ ശാസ്ത്രീയമാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എതിർക്കാം. സ്വാമി പറഞ്ഞത് ശരിയല്ല, സ്വാമി പറഞ്ഞെന്ന് പറയാം. പക്ഷെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം, തോന്നിയാണോ പറയരുത്. ശാസ്ത്ര ചർച്ചയിൽ ശാസ്ത്രം മാത്രം, വേറൊന്നുമില്ല. അപ്പോൾ പുത്രകാമേഷ്ടി പ്രകരണത്തിൽ യജമാന പത്നിക്കാകുന്നു സന്താന സൗഭാഗ്യം.
അപ്പം ഇവിടെ ഞാൻ 5000, 10,000, 50,000, 1,00,000 ഫീസ് അടച്ചാൽ ഞാൻ യജമാനനാവുന്നില്ല. യജമാനൻ ഒരാളേ ഉള്ളൂ. ഒരു യാഗത്തിൽ അഗ്രാസനത്തിൽ യജമാനും യജമാന പത്നിയും ഇരിക്കും. പത്നി എത്ര വേണിച്ചാവാം, പക്ഷേ യജമാനൊന്ന്. എല്ലാവരും സമാസനത്തിലിരിക്കണം. എന്നിട്ട് സന്താനം ഉണ്ടായില്ലാച്ച നമുക്ക് കുറ്റം പറയാം, അല്ലാതെ പറയാൻ പറ്റില്ല. അങ്ങനെയാ സ്വാമി, അങ്ങനെ തന്നെയാ, ഞങ്ങൾക്ക് അക്കിടി പറ്റിയല്ലോ, പറ്റി ഇനിയെങ്കിലും പറ്റാണ്ടിരിക്കുക, അല്ലാതെ ഒന്നും പറയാനില്ല. ഇതാ സത്യം. അതുകൊണ്ടാണ്. അപ്പോൾ യാഗത്തിലൂടെ നമ്മൾ സ്വർഗാദി ഫലം ആഗ്രഹിച്ചു, അത് കിട്ടി, കഴിഞ്ഞു, കിട്ടും, ശാസ്ത്രീയമായിട്ട് കിട്ടും, സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. വേദത്തിൽ പറഞ്ഞ ഒരു സംശയമില്ല. ഋഷിമാരുടെ ഒരു വാക്യത്തിൽ പോലും നമുക്ക് സംശയമില്ല. അത്യന്തമായ ശ്രദ്ധയോടുകൂടി ഒരാൾ യാഗം നിർവഹിച്ചാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാ. ശരി, പക്ഷെ സ്വർഗം കിട്ടിയിട്ടെന്താ കാര്യം? തിരിച്ചു പോരണം. എല്ലാ കാലത്തേക്കുള്ള സ്വർഗം, നിത്യസ്വർഗം നമുക്കില്ല. അതിന് വേറെ ആരടുത്തെങ്കിലും പോകണം. നിത്യസ്വർഗം കിട്ടാൻ വേറെ പോയി ചേർന്നോളണം. നമുക്ക് നിത്യസ്വർഗം ഇല്ല, അത് ശ്രദ്ധിക്കുക. നിത്യസ്വർഗമാണ്. നാസ്തി അകൃത കൃതേന നഹ്യധ്രുവൈഹി പ്രാപ്യതേഹി ധ്രുവം തത് എന്നൊക്കെ പഠിച്ചു, ഓർമ്മിക്കുക. അപ്പോൾ ഏതായാലും ഇതൊരു വഴി. ഇനി വേറെ വഴി എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പരമാവധി ഇന്ദ്രിയ സംയമം പാലിച്ച് തപോനിഷ്ഠമായ ജീവിതം പുലർത്തി പരമമായ ശ്രദ്ധയോടുകൂടി തൻ്റെ ആത്മാന്വേഷണം ചെയ്തുകൊണ്ട് ഇതേ കർമ്മവിശേഷങ്ങൾ ചെയ്യുന്നു. ഉപാസനായുക്തമായി കർമാചരണങ്ങൾ ചെയ്യുന്നു. അയാൾക്ക് ലഭിക്കുന്ന പരമാവധി എന്താണ്? അയാൾക്ക് ലഭിക്കുന്ന പരമാവധി ബ്രഹ്മലോകമാണ്. അതെ, അയാൾ സ്വർഗാധികാമനകളിലൊന്നും പെട്ടുപോകുന്നില്ല. എന്നാൽ അതും മോക്ഷമല്ല എന്ന് ഓർമ്മിച്ചോളണം. അത് മോക്ഷമാണ്, അത് ക്രമമുക്തിയാണ്. ജീവൻ മുക്തി സുഖം അയാൾക്കില്ല. ഒരു വിജ്ഞാനിയുടെ ജീവൻ മുക്തി സുഖം ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നവനില്ല. പരമമായ ആനന്ദം അത് ശ്രോത്രിയസ്യ ച അകാമഹ തസ്യ എന്ന് ഉപനിഷത്ത് സംശയരഹിതമായി നിർണയിക്കുന്നുണ്ട്. അത് ഏതോ ലോകാന്തരത്തിൽ കാലാന്തരത്തിൽ പ്രാപിക്കേണ്ടതല്ല, ഇവിടെ തൻ്റെ സ്വരൂപഭൂതമായ ആനന്ദത്തെ അറിയലാണ്. അവന് ബ്രഹ്മലോകത്തേക്കും പോണ്ട, ദേവലോകത്തേക്കും പോണ്ട. അത് പരമമായ ജീവൻ മുക്തൻ്റെ സ്ഥിതി. ഇവിടെ അതിനെക്കുറിച്ചല്ല പരാമർശിക്കുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ 5ാം പ്രശ്നമൊക്കെ ആവുമ്പോഴത്തേക്ക് സൂചിപ്പിക്കാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. ഇപ്പം പറയണത് ഈ പരബ്രഹ്മ വിഷയമേ അല്ല, അപരബ്രഹ്മ വിഷയമാണ്. അതിനാൽ ഇവിടെ പറയുന്ന പരമാവധി ബ്രഹ്മലോക പര്യന്തമുള്ള ഗതിയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഉത്തരേണ മാർഗേണ, ഉത്തരമാർഗത്തിലൂടെ, ഉത്തരായണത്തിലൂടെ സഞ്ചരിക്കുന്നു. എങ്ങനെ? തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ. തപസ്സുകൊണ്ട്, പൂർണ്ണമായ തപസ്, ഇന്ദ്രിയ ജയം, മനസ്സശ്ചേന്ദ്രിയാണാം ച ഹൈകാഗ്ര്യം പരമം തപഃ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പരിപൂർണമായ ഏകാഗ്രത സമ്പാദനമാണ് തപസ്. ഇനി തപസ്സിൻ്റെ വിവിധ ഭാവങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ശാരീരികവും വാചികവും മാനസികവുമായ തപസ്സിനെക്കുറിച്ചൊക്കെ ഇതിനകം നമ്മളിവിടെ ചിന്തിച്ചിട്ടുണ്ട്, ഓർമ്മിക്കുക. ഇനി സ്വധർമ്മപാലനമാകുന്ന തപസ്സിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്വവർണാശ്രമധർമ്മേണ തപസ എന്ന്. ഏതായാലും തപസ് കൊണ്ട്, ബ്രഹ്മചര്യേണ ബ്രഹ്മചര്യ പാലനം കൊണ്ട്, ശ്രദ്ധയാ ശ്രദ്ധ കൊണ്ട്. അപ്പോൾ പരിപൂർണമായ ഇന്ദ്രിയ സംയമം, സകല ഇന്ദ്രിയങ്ങളെയും സ്വാധീനത്തിൽ വെച്ചുകൊണ്ടുള്ള ജീവിതക്രമം പോരാ. ബ്രഹ്മ ഇതി വേദ, ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥമെടുത്താൽ വേദാധ്യയനം, വേദാധ്യയനത്തിന് ഉചിതമായ ജീവിത മര്യാദയെ പാലിക്കുക, ഇതൊക്കെ ബ്രഹ്മചര്യമാണ്.
പിന്നെ ശ്രദ്ധയാ, ഗുരു ശാസ്ത്രവാക്യങ്ങളിലുള്ള ആസ്തിക്യ ബുദ്ധി. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധിയ അവധാരണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി വിദ്യയാ, വിദ്യ കൊണ്ടും അറിവോടുകൂടെയും. അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ അപരബ്രഹ്മ വിഷയ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിച്ചു തരും. അപരബ്രഹ്മ വിഷയമായ അറിവോടുകൂടെ. എന്തുകൊണ്ടെന്നാൽ പരമാത്മവിജ്ഞാനിയെ സംബന്ധിച്ച് ഉത്തരായണം പറയാവതല്ല. മായായുക്തമായ സഗുണ സാകാരമെന്നോ അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ തലമെല്ലാം പറയേണ്ടുന്ന പരമാവധി ഈശ്വരൻ എന്ന തലം വരെ നമുക്ക് പറയാവുന്ന അവസ്ഥയാണിത്. ശ്രദ്ധിക്കുക. ജഗത് ഈശ്വര ജീവഭേദങ്ങൾക്കെല്ലാം ഉപരിയുള്ള പാരമാർത്ഥികമായ തലം ഇവിടെ വ്യാഖ്യാനിക്കരുത്. വ്യാഖ്യാനിച്ചാൽ അത് ശാസ്ത്ര താല്പര്യത്തിന് വിരുദ്ധമാവും. വ്യാഖ്യാന കുശലന്മാർക്കൊക്കെ പറയാം, പക്ഷെ അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഈ അപരബ്രഹ്മ വിഷയം വരെ നമുക്കിവിടെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഭാഷ്യകാരൻ വിദ്യ എന്നുള്ളതിന് അപരബ്രഹ്മ വിഷയ എന്ന് പറയും. അങ്ങനെ ആത്മാനമന്വേഷ്യ ഈശ്വരാന്വേഷണം ചെയ്ത് ആദിത്യമഭിജയന്തേ, ആദിത്യമാർഗത്തെ, സൂര്യമാർഗത്തെ, ഉത്തരായണ മാർഗത്തെ ജയിക്കുന്നു, നേടുന്നു. അത് നേരത്തെ പറഞ്ഞ ചാന്ദ്രഗതി പോലെ വൃദ്ധിക്ഷയങ്ങളോടുകൂടിയതല്ല. സൂര്യന് എപ്പോഴും സൂര്യൻ ഒരേ പ്രഭ തന്നെയാണ്. ചന്ദ്രനെ പോലെ പകുതി കുറയണില്ല, എപ്പോഴും ഒരു പ്രഭ തന്നെ. അതുപോലെ ഉത്തരായണ മാർഗത്ത് പോകുന്നവർക്ക് പിന്നെ ച്യുതിയില്ല, പിന്നെ തിരികെ വരവില്ല. അപ്പോൾ പിന്നെ എന്താ പിന്നെ ഉണ്ടാവുക? ബ്രഹ്മലോകത്തിലെ സുഖങ്ങളെ, അചിന്ത്യങ്ങളായ സുഖങ്ങളെ അനുഭവിച്ച് കഴിയുന്നു. കഴിഞ്ഞാലോ ബ്രഹ്മാവിനോടുകൂടെ മുക്തരാകുന്നു. ബ്രഹ്മാവിനോടുകൂടെ ബ്രഹ്മലോകവാസികളൊക്കെ മുക്തരാകുന്നു. അവർക്ക് പിന്നെ തിരിച്ചു വരവില്ല. അപ്പം മോക്ഷമാണല്ലോ, മോക്ഷം തന്നെയാണ്. പിന്നെന്താ നേരത്തെ മോക്ഷം അല്ല എന്ന് പറഞ്ഞ്? നേരത്തെ മോക്ഷം അല്ല എന്നല്ല പറഞ്ഞ്, അവർക്ക് ജീവൻ മുക്തി സുഖം ഇല്ല എന്നാണ് പറഞ്ഞത്. വിജ്ഞാനിയുടെ ജീവൻ മുക്തി സുഖം അവർക്കില്ല എന്നാണ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. അത് മരണാനന്തരം ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതും ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിനോട് കൂടെ നിവസിക്കുന്നതും സുഖാനുഭവത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടി ബ്രഹ്മാവ് മുക്തനാവുമ്പോൾ കൂടെ മുക്തരാവുക എന്നുള്ളതാണ്. എന്താ ഇത്? ഈ ബ്രഹ്മലോകപ്രാപ്തി പറഞ്ഞ ഏതദ്വൈ പ്രാണാനാമായതനം. ഇത് ചില്ലറയൊന്നുമല്ല. ഇത് സകല പ്രാണങ്ങളുടെയും ആശ്രയഭൂതമായ ലോകമാണ്. മറ്റെല്ലാ ലോകങ്ങൾക്കും മറ്റെല്ലാ സ്പന്ദനങ്ങൾക്കും കാരണഭൂതമായ ലോകമാണ്. ശ്രദ്ധിക്കുക. സർവ പ്രാപഞ്ചിക വികാരങ്ങൾക്കും സ്പന്ദനം നൽകുന്ന, സർവത്തിനും ചലനാത്മകമായ ഭാവത്വം നൽകുന്ന സർവദേവതകളുടെയും ആലയമാണ് ബ്രഹ്മലോകം. 2, ഏതത് അമൃതം, ഇത് അമൃതമാണ്. ഭാഷ്യകാരൻ ഉടനെ പറഞ്ഞു തരും ആപേക്ഷികം. കാരണം വിദ്യാർത്ഥി അല്പമെങ്കിലും പദം പഠിച്ച് തെറ്റിദ്ധരിച്ചാലോ എന്നൊരു പേടിയാണ്. ഇത് അമൃതം എന്നിട്ടങ്ങ് വിചാരിച്ചാൽ പ്രശ്നം. ഇത് ആപേക്ഷികമായ അമൃതമാണ്. ആ അമൃതം തന്നെയാണ്, മരണധർമ്മം പിന്നെ അവിടെ ഇല്ല. ഇത് അമൃതമാണ്, അഭയമാണ്, ഭയമില്ല. ചന്ദ്രലോകം പോലെ തിരികെ വരേണ്ടി വരുമോ എന്നുള്ള ഭയം ഇല്ല. ഏതത് പരായണം, ഇത് പരായണമാണ്, പരമമായ ആശ്രയസ്ഥാനമാണ്. ഏതസ്മാത് ന പുനരാവർത്തന്തേ, ഈ ലോകത്തിൽ നിന്ന്, ബ്രഹ്മലോകത്തിൽ നിന്ന്, സൗരഗതിയിൽ നിന്ന് പിന്നെ തിരികെ വീഴുന്നില്ല ചാന്ദ്രഗതി പോലെ. ഇത്യേഷ നിരോധ, അതുകൊണ്ടിത് നിരോധമാണ്. എന്ത് നിരോധം? ജന്മമരണങ്ങളുടെ ആവർത്തനത്തിനുള്ള ഒരു നിരോധം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒട്ടനെ ഋഷി ഓർമ്മിച്ചു, ഈ 6 പേര് വളരെ ശ്രദ്ധാലുക്കളായിട്ടാണ് അപ്പോൾ ഇരിക്കണത്.
ചോദിച്ചത് കബന്ധിയാണ്. കബന്ധിയോടാ താൻ പറയുന്നത് വെച്ചാലും 6 പേരും കേൾക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഉപനിഷത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അത് മനസ്സിലായി. കാരണം അടുത്ത ചോദ്യം ഇതിനേക്കാൾ സൂക്ഷ്മവും ശ്രേഷ്ഠവുമാണ്. അടുത്ത ചോദ്യം അതിനേക്കാൾ സൂക്ഷ്മവും ശ്രേഷ്ഠവുമാണ്. അപ്പം അനുക്രമമായി ചോദ്യങ്ങൾ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓരോന്നിൻ്റെ ഉത്തരം പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ 6 പേരും വളരെ ശ്രദ്ധാലുക്കളായിട്ടാണ് കേൾക്കുന്നത്. അവരോ മറ്റോ തെറ്റിദ്ധരിച്ചാലോ ഇതൊക്കെ ഞാൻ പറയാന്നുള്ളത് പ്രശ്നമില്ലേ? ഒട്ടനെ പറഞ്ഞത് ഞാനായിട്ട് പറയല്ല. തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ ശ്ലോകമുണ്ട്. നോക്കണേ ഋഷിയുടെ ആർജവം. ഇന്ന് പല പുസ്തകം അവിടുന്ന് ഇവിടുന്നും 10 എടുത്ത് വെച്ചിട്ട് 10 പാരഗ്രാഫ് എടുത്തിട്ട് തൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യണ കാലമാണ്. ഗ്രന്ഥരചനയിലാണ്. സ്വാമി ചിദാനന്ദപുരി ഗ്രന്ഥരചനയിലാണ്. എന്താ സ്വാമി പരിപാടിയൊക്കെ കേവലം തന്നെ. എന്താണ്? ധാരാളം ഗ്രന്ഥങ്ങൾ ആചാര്യന്മാരുണ്ടാക്കിയ കാലത്തോളം എനിക്കെന്ത് പ്രശ്നം? എൻ്റെ പേരടിച്ചു വന്നൂടെ? നോക്കൂ, ഈ അർത്ഥത്തിൽ ശ്ലോകമുണ്ട്. ചെറിയൊരു വാക്യമല്ല അത്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ. നിസ്സംശയം പറയാം. സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്നാണ് ഗുരുനാഥൻ ഉപദേശിക്കുന്നതെങ്കിലും ആ ഉപദേശിക്കുന്നതിന് സ്വീകരിക്കുന്ന വാക്യജാലങ്ങളൊക്കെ പൂർവാചാര്യന്മാരുടേതാണ്. അതവിടെ എടുത്തു പറയുന്നു. ഇത് പൂർവാചാര്യൻ്റെ വാക്യമാകട്ടോ. തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ ശ്ലോകം ഉണ്ട്. ഈ അർത്ഥത്തിൽ സംഹിതാമന്ത്രം ഉണ്ട്. എന്താ സംഹിതാമന്ത്രം? പഞ്ചപാദം പിതരം ദ്വാദശാകൃതിം ദിവ ആഹു പരേ അർദ്ധേ പുരീഷിണം അധേമേ അന്യ ഉപരേ വിചക്ഷണം സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതേ. ഈ മന്ത്രവും സംഹിതയിലുള്ള മന്ത്രമാണ്. ഇന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. പഞ്ചപാദം, 5 പാദങ്ങളോടുകൂടിയ, 5 പാദങ്ങളോടുകൂടിയ പിതരം, പിതാവിനെ സർവത്തെയും പരിപാലിക്കുന്നവനെ. എങ്ങനെയുള്ളവനെ? ദ്വാദശാകൃതിം, 12 ആകൃതിയോട് കൂടിയവനെ. 12 ആകൃതിയോട് കൂടിയവനെ. ഇത് ട്രയൽ ആൻഡ് എറർ പരിപാടിയൊന്നുമല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഡിസംബർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ മാസം? പോട്ടെ. നവംബർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ മാസം? പോട്ടെ, അതും പോട്ടെ, ഒന്നും അറിയില്ല. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ മാസം? പോട്ടെ, അതും അറിയില്ല. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ മാസം? അത്ര മാത്രം ഇതിന് മുന്നോട്ട് പോകണ്ട. ഞാൻ മനസ്സിലാക്കണത് സപ്താന്ന് പറഞ്ഞാൽ 7 ഒക്ടോ ശബ്ദം, അഷ്ടശബ്ദം 8, നവശബ്ദം, നവോ ശബ്ദം 9, ദശശബ്ദം ദിശ 10. പിന്നെ എങ്ങനെയാ 10 12 ആവണേ? അതൊന്നും അപ്പരിപാടിയൊന്നും ഇപ്പടില്ല. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1, 2 എന്ന് പറഞ്ഞാൽ 2, 3 എന്ന് പറഞ്ഞാൽ 3, 12 എന്ന് പറഞ്ഞാൽ 12. എന്താ അപ്പം അങ്ങനെ പറഞ്ഞാൽ? ചിന്തിച്ചോളാം, നിങ്ങൾക്കും വേണമല്ലോ പണി. ഈ കലണ്ടർ ഉണ്ടായത് എങ്ങനെയാണ്, ഈ 10 മാസങ്ങൾക്ക് എങ്ങനെ പേര് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കൂട്ടിച്ചേർത്തത് ഏതൊക്കെ എന്നൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഈ ജാതി ട്രയൽ ആൻഡ് എറർ മെത്തേഡൊന്നും ഋഷിമാർ മുന്നോട്ട് വച്ചിട്ടില്ല. അതൊക്കെ സമ്യക് ദർശനത്തിൽ നിന്നാണ് വന്നത്. അവിടെ പ്രഥമം എന്ന് പറഞ്ഞാൽ പ്രഥമം തന്നെയാണ്, ദ്വിതീയം എന്ന് പറഞ്ഞാൽ ദ്വിതീയാണ്. സംശയമില്ല, പഠിച്ചു നോക്കുക അല്ലേ എന്ന്. അപ്പോൾ 12 ആകൃതിയോട് കൂടിയതാ. ഇതെന്ന് നിശ്ചയിച്ചതാ? ഇതെന്ന് നിശ്ചയിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇത് വേദത്തിൽ അനാദികാലമായി നിശ്ചയിച്ചതാണ്. സംവത്സര പ്രജാപതിക്ക്
സംവത്സര പ്രജാപതിക്ക് 12 ആകൃതിയുണ്ട്. ഓരോ ആകൃതിയിലും 2 വിഭാഗമുണ്ട്. ആ ഓരോ വിഭാഗത്തിനും 15 വീതമുണ്ട്. ദക്ഷിണായനം, ഉത്തരായനം, ദക്ഷിണായനം, ഉത്തരായനം, അങ്ങനെ കറങ്ങും. ഇത് 2 നേർപകുതി. ആ പകുതി വീണ്ടും വിഭജിച്ചു, 6 ആ ഓരോ 6ലും വീണ്ടും വിഭജിച്ചു, 30 വീതം. ആ ഓരോ 30 ഓരോന്നിലും 2 ദിവവും രാത്രവും. എന്തൊരു കഥയാണ്! നമ്മൾ കാലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇതൊന്നും ഇത്ര 1000 കൊല്ലം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. 5000 കൊല്ലം, 10000 കൊല്ലം ഒന്നും പറയാൻ പറ്റില്ല. അറിയില്ല എന്നേ പറയാൻ പറ്റും. ഒറ്റ വാക്കേ നമുക്ക് അവിടെ ഉള്ളൂ, അറിയില്ലേ. എത്ര അനാദി കാലമായിട്ടുള്ളതാണ്. വരമൊഴിയായിട്ട് എത്ര കാലം എന്ന് വേണമെങ്കിൽ നിർണ്ണയിക്കാൻ കഴിഞ്ഞേക്കാം. ഇതൊക്കെ വരമൊഴിയായിട്ട് എത്ര കാലമായി എന്ന് നിർണ്ണയിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ വാമൊഴിയായിട്ട് ഏത് കാലം തൊട്ട് നമുക്ക് ആർക്കും അറിയില്ല. അറിയിച്ചാൽ വിരോധമൊന്നുമില്ല, നമുക്കറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സ്വന്തം പൈതൃക മഹിമയിൽ അഭിമാനിക്കുന്ന, ദുരഭിമാനം നല്ലതല്ല, അറിഞ്ഞഭിമാനിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനം, ചരിത്രബോധമുള്ള ഒരു സമൂഹം ചാരിത്രവാന്മാരായിരിക്കും. ചാരിത്രവാന്മാരായിരിക്കുന്ന പൗരന്മാർക്ക് മാത്രമേ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിരക്ഷിക്കാനും സഫലമാക്കി തീർക്കാനും സാധിക്കൂ. യാതൊരു സംശയം പറയുന്നതിലില്ല. അതുകൊണ്ട് ഈ ഇടയ്ക്കൊക്കെ ഇത്തരം വിഷയമൊക്കെ ഒന്ന് ചിന്തിക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതെ, നേരത്തെ പറഞ്ഞ പ്രശ്നോപനിഷത്ത് കേൾക്കാത്ത യുവജനങ്ങളും ഇത് കേൾക്കാൻ വരും. അങ്ങനെ കണ്ടില്ലേ എന്നവർ ചോദിക്കും. പക്ഷെ പറഞ്ഞു കൊടുക്കണ്ടോണം പറഞ്ഞു കൊടുക്കണം. ശ്രദ്ധിക്കുക, ഓരോ അമ്മയുടെയും കർത്തവ്യമാണിത്. നമ്മൾ കുറിച്ചെടുത്തങ്ങ് പോയാൽ പോരാ. നമ്മുടെ വീട്ടിൽ മക്കൾക്ക്, മക്കളെ മക്കൾക്ക് ആർക്കാച്ചാൽ അവർക്കത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെറുതുണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കുക. ശ്രദ്ധിക്കണില്ലാച്ചാൽ പിന്നെ അവർക്ക് ഒട്ടും മനസ്സിലാവാത്ത ഭാഷയെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരുമെല്ലാം ചോദിക്കുക എന്ത്. അതെ, അതാവണ്ട് തമാശ പറയാന്ന് വിചാരിക്കരുത്. അപ്പം അതുകൊണ്ട് 5 പാദങ്ങളോട് കൂടിയ പിതാവിനെ, 12 ആകൃതിയോട് കൂടിയവനെ ദിവ ആഹു പരേ അർദ്ധേ പുരീഷിണം, ജലവന്തം, ജലവാനായിട്ട്, ജലയുക്തനായിട്ട് ദ്വിലോകത്തിൽ നിവസിക്കുന്നതായി പറയുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശം ഇപ്പോൾ പറയണില്ല, നാളെ പറയാൻ പറ്റുള്ളൂ. സമയം 2 മിനിറ്റ് ഇപ്പോൾ തന്നെ അധികമായതുകൊണ്ട്. അധ അനന്തരം അന്യേ മറ്റു ചിലരാകട്ടെ ഈ വിചക്ഷണ സ്വരൂപനെ, വിദ്വാനെ, ജ്ഞപ്തി സ്വരൂപനെ സപ്തചക്രേ 7 ചക്രങ്ങളിൽ ഷഡര 6 ആരങ്ങളോട് കൂടിയിട്ട് അർപ്പിതം ഇതിച്ച ആഹു നിലകൊള്ളുന്നവനെന്നും പറയുന്നു. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളത്, പഞ്ചപാദം എന്ന് പറഞ്ഞു, 6 ആരങ്ങളോട് കൂടിയതെന്ന് രണ്ടാമത്തെ ഭാഷയിൽ പറഞ്ഞൊരു വ്യത്യാസവും ഇല്ല. ഇത് രണ്ടും സംവത്സരത്തെ സംബന്ധിച്ച ശ്രുതിയിലെ, സംഹിതയിലെ ഒരു മന്ത്രത്തെ ഉദ്ധരിച്ചതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് നാളെ കൃത്യസമയത്തിനോ തുടർന്ന് ചിന്തിക്കാം. ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദർ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ശൃംഗേരി, ബദരീനാഥ്, പുരി, ദ്വാരക. എന്നാൽ കാഞ്ചി കാമകോടി മഠം ആരാണ് സ്ഥാപിച്ചത്? അതിന് മറ്റു മഠങ്ങളുമായി വല്ല ബന്ധവുമുണ്ടോ? ഇത് വളരെ പ്രസക്തമായൊരു ഒരു പ്രശ്നമാണ്. മഠാംനായത്തിൽ 4 മഠങ്ങളെയാണ് പറയുന്നത്. മഠാംനായത്തിൽ ദക്ഷിണാംനായം എന്ന് പറയുന്നത് ശൃംഗേരിയാണ്. മഠാംനായത്തിൽ കാഞ്ചി കാമകോടി പീഠം പറയപ്പെട്ടിട്ടില്ല. സത്യമാണ്. അപ്പം എന്താ ഒരു നിഗമനമൊന്നും സാധിക്കില്ല. പ്രാചീനമായ മഠമാണ് കാഞ്ചി കാമകോടി മഠവും. കാഞ്ചി കാമകോടി മഠത്തിൻ്റെ അവിടെ സൂക്ഷിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ 71ാമത്തെ ആചാര്യ പരമ്പരയാണ് ഇപ്പോൾ ഉള്ളത്.
ശങ്കരാചാര്യരാണിപ്പോൾ ഉള്ളത്. 70 ശങ്കരാചാര്യന്മാർ കഴിഞ്ഞ് 71ാമത്തെ ശങ്കരാചാര്യരാണ്. ആ കാലം ഓരോരുത്തരും മഠത്തിൽ ഇത്ര കാലം മഠാധിപതിയായി ഇരുന്നു എന്നുള്ള അവിഛിന്നമായൊരു ഒരു 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 പരമ്പരയുടെ ഗണന അവിടെയുണ്ട്. അതനുസരിച്ച് ക്രിസ്തുവിന് മുമ്പ് 430 എത്രയോ വർഷമാണ്, കൃത്യം ഓർമ്മയില്ല, അതായത് ശ്രീബുദ്ധന് തൊട്ട് ശേഷമുള്ള നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ രേഖകളനുസരിച്ചുള്ളത്. ഇപ്പം കാഞ്ചി കാമകോടി മഠത്തിൻ്റെ മാന്യത അവരിങ്ങനെയാണ് പറയുക. നിർണയമല്ല പറയുന്നത്. കാഞ്ചി കാമകോടി മഠത്തിൻ്റെ മാന്യത, ഭഗവാൻ ഭാഷ്യകാരൻ 4 മഠങ്ങളെ സ്ഥാപിക്കുകയും അവിടെ സ്വശിഷ്യന്മാരെ മഠാധിപതികളായി അവരോധിക്കുകയും ചെയ്ത് സ്വയമേവ കാഞ്ചി മഠത്തിൽ സന്നിധാനം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതിനെ നമുക്ക് അനുകൂലിക്കുകയോ എതിർക്കുകയോ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അറിയാത്ത മേഖലയെക്കുറിച്ച് അറിയില്ല എന്ന് പറയണതാണ് ഏറ്റവും ശുദ്ധമായത്. അറിയില്ല, അറിയണവർക്ക് ആർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാൻ വിരോധമില്ല, പക്ഷെ നമുക്കറിയില്ല. ഇപ്പം കാഞ്ചി കാമകോടി മഠം പറയുന്നതനുസരിച്ച് 4 മഠങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ സ്ഥാപിച്ച് അതിൽ ശിഷ്യന്മാരെ അവരോധിച്ച്, അങ്ങനെയാണ് ദക്ഷിണാംനായ എന്നുള്ളത് ശൃംഗേരിയാവാൻ കാരണം. സ്വയമേവ ഗുരുനാഥൻ കാഞ്ചിയിലിരുന്നു എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. എന്നാൽ 4 മഠങ്ങളും ഇത് അംഗീകരിക്കുന്നില്ല. പ്രസിദ്ധമായ ദിഗ്വിജയങ്ങളിലും അങ്ങനെ പരാമർശമില്ല. 4 മഠങ്ങളെ സ്ഥാപിച്ച ശേഷം, എല്ലാ വ്യവസ്ഥകളും ഏർപ്പാട് ചെയ്ത ശേഷം സ്വയമേവ ഹിമാലയത്തിൽ അങ്ങോട്ട് ആരോഹണം ചെയ്തു പോയി എന്നുള്ളതാണ് ഭൂരിഭാഗം ദിഗ്വിജയങ്ങളിലും പറയുന്നത്. അതുകൊണ്ട് ഇതൊരു തർക്ക വിഷയമാണ്, നമുക്കതിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല. ഇതിൽ 2 പക്ഷത്തിനും യുക്തിയും യുക്തിരാഹിത്യവും ഒക്കെ ഉണ്ട്. മഠാംനായം ഭഗവാൻ ഭാഷ്യകാരൻ എഴുതിയതാണോ ചോദിച്ചാൽ വലിയ പ്രശ്നമുള്ള വിഷയമാണ്. സ്വാമി നിങ്ങളൊരു ദശനാമിയല്ലേ? ദശനാമിയൊക്കെ തന്നെയാണ്. പുരിയും ഗിരിയും സരസ്വതിയും ഭാരതിയും തീർത്ഥരും അരണ്യരും വനവും പർവ്വതവും സമുദ്രവും സാഗറുമൊക്കെ ദശനാമി തന്നെയാണ്, ശങ്കര പരമ്പര തന്നെയാണ്. പരമ്പരാഗതമായി നമ്മൾ മാനിച്ചു വരുന്നത് ഭഗവാൻ ഭാഷ്യകാരൻ മഠാംനായം രചിക്കുകയും തൻ്റെ 4 ശിഷ്യന്മാരെ അവരോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴാണൊരു വിമർശം വരുന്നത്, ഒരു വിചാരം വരുന്നത്, ഈ പറഞ്ഞ ദശനാമികളല്ലല്ലോ ഭാഷ്യകാരൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരാരും, അവരൊക്കെ ആചാര്യന്മാരായിരുന്നില്ലേ? സുരേശ്വരാചാര്യ, തോടകാചാര്യ, ഹസ്താമലകാചാര്യ, പത്മപാദാചാര്യ. ഗുരുനാഥനും ആചാര്യനായിരുന്നു ശങ്കരാചാര്യ. അതിന് ഗുരുനാഥനും ആചാര്യനായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ പറയുക, അത് ആചാര്യസ്വാമികളുടെ നേരിട്ടുള്ള ശിഷ്യന്മാർക്ക് ശേഷമാണ് മഠാംനായം നടപ്പിൽ വന്നത്, അതുകൊണ്ടാണെന്ന്. പക്ഷെ അവിടെയും ചെറിയ പ്രശ്നമുണ്ട്. മഠങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഘടന, ഉദാഹരണത്തിന് പുരി അല്ലെങ്കിൽ ദ്വാരക അല്ലെങ്കിൽ ജ്യോതിർമഠം അല്ലെങ്കിൽ ശൃംഗേരി, ഈ 4 മഠങ്ങളിലും തന്നെ ആദ്യത്തെ 3-4 തലമുറകളോളം മഠാധിപതികൾക്ക് ഈ ദശനാമങ്ങൾ ഉണ്ടായിരുന്നില്ല. വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പക്ഷെ സത്യമാണല്ലോ. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത് വെച്ചാൽ മനസ്സിലാക്കിക്കോളുക. മഠാംനായം നടപ്പിൽ വന്നത്, മഠാംനായം അനുസരിച്ചാണ് ഈ പേരുകൾ. ഗിരിപുരി, ഇപ്പം ചിദാനന്ദപുരി, സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞാൽ അത് മഠാംനായം അനുസരിച്ച് വന്ന നാമമാണ്. ശൃംഗേരി മഠത്തിൻ്റെ സന്യാസിയുടെ നാമമാണ്. അല്ലെങ്കിൽ ഇവിടെ സ്വാമിജി ഇരിക്കുന്നുണ്ട്, അധ്യാത്മാനന്ദ സരസ്വതി. സരസ്വതി എന്ന് പറഞ്ഞാൽ മഠാംനായം അനുസരിച്ച് ശൃംഗേരി മഠത്തിൻ്റെ സന്യാസിയുടെ നാമമാണ്.
പുരി, സരസ്വതി ഒക്കെ. ഇപ്പോൾ ഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്യോതിർമഠത്തിലെ സന്യാസിയുടെ നാമമാണ്, മഠാംനായം അനുസരിച്ച്. അപ്പോൾ സന്യാസിമാർക്ക്, ദശനാമി സന്യാസിമാർക്ക് തന്നെ ഈ